സാറിന് 100 ആയുസാ. അത്രയും വേണോ മിസ്റ്റർ അലക്സ് പോൾ? 100 കൊല്ലം കഴുതയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ 6 കൊല്ലം സിംഹമായിട്ട് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ല സാർ ഇപ്പൊ എത്തുന്നും പറഞ്ഞ ഐജി അത് നാവ് വായിൽ കിട്ടതേ ഉള്ളൂ. അതൊന്ന് പുറത്തേക്ക് എടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും പ്രശ്നം ഉണ്ടാക്കിയ ഹോം മിനിസ്റ്ററുടെ പാർട്ടിക്കാരാണ് നോക്കേണ്ട ആവശ്യമില്ല. വെച്ച് താങ്ങിയാരേ എന്ന് പറഞ്ഞ പൊതുമുതൽ നശിപ്പിക്കുന്നവർ വെറുതെ വിടാൻ പറ്റുമോ? താൻ തന്റെ ഡ്യൂട്ടി ഇടൂ. താൻ രക്ഷപ്പെട്ടിടൂ. നടേശൻ മിനിസ്റ്ററുടെ മർഡർ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കി ചാർജ് പുതിയൊരാളെ ഏൽപ്പിക്കാനാ ഉത്തരവ്. സർ, തന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും പ്രതികളുടെ സ്വാധീനത്തിന് വശംവദനായി അന്വേഷണത്തിന്റെ ലൈൻ മാറ്റി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആക്ഷേപം. ആരുടെ ആക്ഷേപം? ആരൊക്കെയോ DGPയോട് പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണം ശരിയല്ല സർ. ഐ എം കോൺഫിഡന്റ്. ഐ എം ഓൺ ദ റൈറ്റ് ട്രാക്ക്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ DYSP അലക്സ് പോളിന് കൈമാറാനാണ് ഉത്തരവ്. അലക്സ് പോളിന്? ഞാൻ പറഞ്ഞില്ലേ സാർ, ഇത്രയൊക്കെ ഉള്ളൂ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം. ഇവിടെ ആത്മാർത്ഥതയ്ക്ക് ആട്ടിൻ സൂപ്പിന്റെ വില പോലും ഇല്ല. സാറിന്റെ സ്ഥിതി ഇതാണെങ്കിൽ എന്റെയൊക്കെ ഗതി എന്തായിരിക്കും? റിസൈൻ ചെയ്തിട്ട് വല്ല കപ്പലണ്ടി കച്ചവടം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. കപ്പലണ്ടി കച്ചവടം അത്ര ലാഭമുള്ള ബിസിനസ് അല്ല സാർ. അതല്ല സാർ, സാറിന്റെ കീഴുദ്യോഗസ്ഥനെ സാർ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിന്റെ ചുമതല ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അത്ര പെട്ടെന്ന് ഡിസ്പിരിറ്റഡ് ആവാൻ പാടില്ല. ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. എന്ത് വന്നാലും ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ഒഫീഷ്യലായിട്ടല്ലെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ തുടരും. തന്റെ സഹായം എനിക്ക് വേണ്ടിവരും. ഇത്രയും ദിവസം ആരുടെയും കണ്ണുപെടാതെ രമേശ് ഇവിടെ കഴിഞ്ഞത് ഓർക്കുമ്പോ തന്നെ എനിക്ക് ഞെട്ടല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഇനി അത് പരീക്ഷിക്കാൻ എനിക്ക് ധൈര്യമില്ല. അതിനിപ്പോ എന്താ ചെയ്യുക? നാഗർകോവിലിൽ മുത്തച്ഛന്റെ വക ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ എത്തിപ്പെട്ട പിന്നെ അങ്ങനെയൊന്നും ആരും കണ്ടുപിടിക്കില്ല. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് നാളെ മുത്തച്ഛന്റെ അടുത്തുനിന്ന് അതിന്റെ താക്കോല് മേടിക്കണം. അപ്പോ ജൂലി അവൾ ഇവിടെ നിൽക്കട്ടെ. അപ്പൊ പോലീസുകാർക്ക് സംശയം തോന്നില്ല. അമ്മയെ കൂടെ കൂട്ടാതെ അതിനുള്ള പണിയൊക്കെ നമുക്ക് ചെയ്യാം. ഇത് ലീഡർ KRന്റെ കൊച്ചുമോള മോനെ. ഇതുവരെ ആർക്കും കൊടുക്കാതെ ഞാൻ കാത്തു സൂക്ഷിച്ചതാ എന്റെ രമേശിന് തരാൻ. മിനിസ്റ്ററെ കൊന്ന ക്രിമിനലിനെ ലേഖയുടെ മുറിൽ ഒളിപ്പിച്ചെന്ന് ഇവിടുന്ന് തന്നെയാ ഫോൺ വന്നത്. അതെ, കട്ടിലെ താഴെ നോക്ക്. എന്താ കാതറി ആ സമയത്ത്? എപ്പോ? എന്റെ യഹോവേ, നീ കാത്തു. താൻ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ. എന്നതാ പ്രശ്നം? ആ രമേശിന്റെ അമ്മ നന്ദിനി ആത്മഹത്യക്ക് ശ്രമിച്ചു. മാതാവേ, എന്നിട്ട്? തക്ക സമയത്ത് കാതറിന്റെ മോള് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. മോനെ കിട്ടിയില്ലെങ്കിൽ ചത്ത് കളയുമെന്ന് എന്നോട് പറഞ്ഞിരുന്നതാ. എന്റെ പിതാവേ, ഇനി അവരുടെ ആത്മാവിന് ഞാൻ ഉത്തരം പറയേണ്ടി വരുമോ? ആരായിരിക്കും ഈ രാത്രിയില്? എന്നാ മക്കളെ? എന്റെ പിതാവേ, ഞാൻ എന്താ ഈ കാണുന്നത്? ആരെങ്കിലും കാണും. വേഗം കേറാത്തേക്ക് കേറിക്കോട്ടെ. എന്റെ കർത്താവേ, ഇനി ഞാൻ ഇവനെ നിങ്ങക്ക് എവിടുന്ന് കിട്ടി? രമേശ് ഞങ്ങളുടെ മുറിയിലാ ഉണ്ടായിരുന്നത്. എന്നു മുതൽ? മിനിസ്റ്റർ കോളേജിൽ വെച്ച് തല്ലിയ അന്ന് മുതൽ. മേരി പൈസും കൂടി അറിഞ്ഞുകൊണ്ടാണോ? മേരി മാഡത്തിന് അറിയില്ല.
മറ്റു പിള്ളേർക്കോ? ഞങ്ങളുടെ ഫ്രണ്ട്സില് 1-2 പേർക്ക് മാത്രം. പോലീസ് വന്ന് പോയേ പിന്നെ ബാക്കിയുള്ളവരാരും പേടിച്ചിട്ട് ഞങ്ങളുടെ റൂമിന്റെ പരിസരത്ത് പോലും വരാറില്ല. നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എനിക്ക് എന്റെ അമ്മ ഒന്ന് കാണണം. നീ അങ്ങോട്ട് പോകുന്ന റിസ്കാ. നേരം വെളുക്കട്ടെ, ഞാൻ അങ്ങോട്ട് എന്ന് പറയാം. നന്ദിനി ഇങ്ങോട്ട് വരുത്താം. അമ്മയെ കണ്ടിട്ട് നാളെ കോടതിയിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത്. ഹലോ, അതെയോ? മൈ ഗോഡ്, നിങ്ങളെ അന്വേഷിച്ച് ഇപ്പോഴും പോലീസ് ഹോസ്റ്റലിൽ ചെന്നു. എന്താ ജൂലി, എന്ത് പറ്റി? ഒന്നുമില്ല ഫാദർ, ഞാൻ ഇവളെയും കൂട്ടിയിട്ട് മുത്തച്ഛന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. ഒന്ന് പോടാപ്പാ, ഇപ്പഴാ അവന്റെ ഒരു സ്തുതി. രമേശ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നന്ദിനി പൊട്ടി ഒരൊറ്റ കരച്ചിലായി. അയ്യോ, എന്നാ പിന്നെ കാറി കയറ്റിങ് കൊണ്ടുവരാൻ മേലായിരുന്നോ? അത് അപകടമാ. പോലീസുകാർ മണപ്പിച്ച് നടക്കുന്നുണ്ട്. അന്ന് തന്നെ നന്ദിനി എന്നെ കാണാൻ കോളേജിൽ വന്നപ്പോ ആ കമ്മീഷണർത്ത പുറകെ വന്നതാ. രമേശ് എന്തി? അവൻ കാപ്പി കുടിച്ചോ? എത്ര പറഞ്ഞിട്ടും കഴിക്കുന്നില്ല. അമ്മയെ കാണാനുള്ള വെപ്രാളത്തിൽ ഇരിക്കുക. രമേശാ, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? എന്താ ഒന്നും കഴിക്കാത്തത്? അമ്മോട് വന്നിട്ട് കഴിക്കാം. എന്നാ ശരി, നന്ദിനി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ദേ വന്നല്ലോ, ചെല്ലേ. എന്റെ കർത്താവ്, അപ്പൊ നീ ഇവിടെയായിരുന്നു. ദൈവമേ, എന്തായി കാണിക്കുന്നത്? അവനെ ഒന്നും ചെയ്യരുത്, മിണ്ടി പോകരുത്. കൊലപ്പുള്ളി ഒളിപ്പിച്ച് താമസിപ്പിച്ച് താൻ ഞങ്ങളുടെ മുന്നിൽ പുണ്യാണ് കളിക്കായിരുന്നു അല്ലേ? അല്ല സാർ, ഞങ്ങൾക്ക് ഇനി ഒരു പങ്കുമില്ല. ഈ കൊച്ചിന് ഇന്നലെ രാത്രി ഇവിടെ വന്ന് കയറിയത്. വന്ന് കയറാൻ ഇവൻ എന്താ പൂച്ചക്കുറ്റം? ഇവള് പറഞ്ഞത് നേരാണ് സാർ. വേണ്ട വേണ്ട, വീണ്ടെടുത്ത് ഉരുളണ്ട. താൻ പറഞ്ഞത് മുഴുവൻ കണ്ണടച്ച് വിഴുങ്ങാൻ ഞാൻ കണാരം കർത്തയല്ല. അലക്സ് പോള, ഡിവൈഎസ്പി അലക്സ് പോൾ. ദൈവം സാക്ഷിയായി പറയാണ് സാർ. ഇവന്റെ അമ്മയെ ഒന്ന് കാണിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുവായിരുന്നു ഞാൻ. അമ്മയെ മാത്രമല്ല അച്ഛനെ കാണിച്ചു കൊടുക്കാം. ഭാർഗവ പിടിച്ച് കേന്ദ്രമാണ് ജീപ്പിൽ. എന്താ ഇത്? ഒരു വൈദികനോട് ഇങ്ങനെ? നാളെ പള്ളിയിൽ കുർബാനയല്ലാണ്ട് ഞാനാ. സഭാതർക്കത്തിന്റെ ഒത്തുതീർപ്പിൽ കളക്ടർ എടുത്ത തീരുമാന. കുർബാനൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചൊല്ലാം. കർത്താവേ, ലൂസിയമ്മേ, നീ തിരുമേനിയെ വിളിച്ച് വിവരം അറിയിക്കേ. ഹലോ ഈശ്വര, എപ്പോ? ഇല്ല, മുത്തശ്ശൻ ഇവിടെ ഇല്ല. ആരാ? ലൂസി അമ്മച്ചിയാ. രമേഷിനെയും പ്രിൻസിപ്പൽ അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ കാരണം രമേഷിന്